പ്രസ്താവന 1. സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചെരിവ് കൂടുതലായിരിക്കും. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, പ്രസ്താവന 2 ആണ് ശരിയായത്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദ മേഖലയായിരിക്കും. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷമർദ്ദം കുറവാണെങ്കിൽ അവിടെ ന്യൂനമർദ്ദ മേഖലയായിരിക്കും. സമ്മർദ്ദരേഖകളുടെ സഹായത്തോടെയാണ് മർദ്ദത്തിന്റെ തിരശ്ചീന തല വിതരണക്രമം മനസ്സിലാക്കുന്നത്. ഒരു ന്യൂനമർദ്ദ വ്യൂഹത്തിന്റെ മധ്യഭാഗത്ത് ഒരു ന്യൂനമർദ്ദവും അതിനെ ചുറ്റി ഒന്നിലധികം സമമർദ്ദ രേഖകളും ഉണ്ടായിരിക്കും. ഒരു ഉച്ചമർദ്ദ മേഖലയുടെ മധ്യഭാഗത്ത് ഉച്ചമർദ്ദവും അതിനെ ചുറ്റി ഒന്നിലധികം സമമർദ്ദ രേഖകളും ഉണ്ടായിരിക്കും. സമമർദ്ദരേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മർദ്ദചെരിവ് കുറവും, സമമർദ്ദരേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ മർദ്ദചെരിവ് കൂടുതലുമായിരിക്കും. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നതിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. ഈ ബലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാക്കുന്നു. കാറ്റിന്റെ വേഗം കൂടുന്തോറും വ്യതിചലനത്തിന്റെ അളവും കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലത്തിൽ വർധനവുണ്ടാകുന്നു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം അനുഭവപ്പെടുന്നില്ല. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്.